ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 107:20. അവിടുന്ന് വചനമയച്ചുകൊണ്ടവരെ വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. അവിടുന്ന് അവരെ വചനമയച്ചുകൊണ്ട് വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. 107:20 അതല്ലേ വചനം? അത് തന്നെ. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവ് വചനമയച്ചുകൊണ്ടാണ് സൗഖ്യം നൽകുന്നത്. ജ്ഞാനം 16:12. മരുന്നോ ലേപന ഔഷധമല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് സൗഖ്യം നൽകുന്നത്. മരുന്നോ ലേപന ഔഷധമല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് സൗഖ്യം നൽകുന്നത്. നിയമാവർത്തനം 7:15. രോഗങ്ങളെല്ലാം അവിടുന്ന് നീക്കിക്കളയും. ജെറമിയ 17:14. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വചനം അയച്ചുകൊണ്ടാണ് അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികളുടെ മേൽ സൗഖ്യത്തിൻ്റെ ശക്തി കർത്താവ് പകരുന്നുണ്ട്. അത്ഭുത രോഗശാന്തികൾ ഞങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഉണ്ടോ? സംശയിക്കേണ്ട, ഉറപ്പായിട്ടും അത്ഭുത രോഗശാന്തികൾ ഞങ്ങളിൽ സംഭവിക്കുന്നു. വചനം അയച്ചുകൊണ്ട് നിങ്ങളെ അവൻ സൗഖ്യമാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം അധ്യായത്തിൽ 14 മുതൽ 17 വചനങ്ങൾ. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്ന കണ്ടു. അവൻ അവിടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്താൽ അശുദ്ധാത്മാക്കൾ വിട്ടുമാറുകയാണ്, രോഗികൾ സൗഖ്യമാക്കപ്പെടുകയാണ്. വെളിപാട് 12:11. അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് സാത്താൻ്റെ മേൽ വിജയം നേടി. അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് സാത്താൻ്റെ മേൽ വിജയം നേടി. റോമ 16:20. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ. ഇത് ഡെലിവറൻസിൻ്റെ വചനമാണ്. ഞാൻ വരദാനങ്ങളുടെ ക്ലാസ് വരുമ്പോൾ പൈശാചി ശക്തികളുടെ ബഹിഷ്കരണം ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട ടോക്കുണ്ട്. അപ്പോൾ കൂടുതൽ വചനങ്ങൾ നിങ്ങൾക്ക് അന്നേരം ഞാൻ കുറേ വചനങ്ങൾ നിങ്ങൾക്ക് ഡെലിവറൻസിൻ്റെ വചനങ്ങൾ അന്നേരം ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. അപ്പോൾ അവിടുന്ന് വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നു. നിങ്ങളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ നിങ്ങളെ വിട്ടുമാറുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളിലും പൈശാചികമായ സ്വാധീനമുണ്ട്. വെറുപ്പിൻ്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്. ഹോസിയ 5:4. വ്യഭിചാരത്തിന് ദുർഭൂതം, മദ്യത്തിൻ്റെ ആത്മാവ്, നിദ്രാലസ്യത്തിന് ദുരാത്മാവ്, അലസതയുടെ, മടിയുടെ, വെറുപ്പിൻ്റെ, കോപത്തിൻ്റെ, ലൈംഗികാസക്തിയുടെ, ഭോഗാസക്തിയുടെ, അങ്ങനെയൊക്കെ അശുദ്ധിയുടെ ആത്മാവ് പലരിലുമുണ്ട്. ക്ഷമിക്കാൻ പറ്റുന്നില്ല, അത് തിന്മയുടെ ഒരു സ്വാധീനമാണ്. ക്ഷമിക്കാൻ പറ്റുന്നില്ല, അതിന് ആത്മാവിൻ്റെ തിന്മയുടെ അരുവിയുടെ പ്രവർത്തനം. വ്യത്യസ്തമായ അരുവികൾ മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണുകളുടെ ആസക്തി, അമിതമായ ഭോഗാസക്തി, അമിതമായ ഭക്ഷണാസക്തി, ഇതൊക്കെ ശരിക്കും തിന്മയുടെ പ്രവർത്തനങ്ങളാണ്. അരുവി ഏത് വ്യക്തിയിലുണ്ടോ ആ അരുവിയുടെ സ്വാധീനമാണ് ആ വ്യക്തിയെ അതിലൊത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാണ് പലർക്കും വചന ശുശ്രൂഷ 5 ദിവസത്തെ ധ്യാനം കഴിയുമ്പോൾ അത്ഭുത വിടുതലാണ് പല മേഖലകളിലും. കാരണം പൈശാചികമായ സ്വാധീനം വിടുതലാണ്, ഡെലിവറൻസ് നടക്കുന്നു. ഹല്ലേലൂയ. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് 12-ാം അധ്യായം. 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 22-ാം വചനം. അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി, അവൻ സംസാരിക്കുകയും ചെയ്തു. ഉണ്ടോ? അന്ധനും ഊമനുമായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. യേശു സൗഖ്യം നൽകണം. ഊമൻ സംസാരിക്കുന്നു, ബധിരൻ കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെകിടന്റെ കാതുകളെ തുറക്കും. കർത്താവിന് സാധ്യതയെല്ലാം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ? അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. പൗലോസ് അപ്പസ്തോലന്റെ കരങ്ങളിലൂടെ അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സമൂഹമധ്യത്തിന് സംഭവിച്ചുകൊണ്ടിരുന്നു. പൗലോസിന്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവരെ സ്പർശിച്ചു, അത്ഭുതം നടക്കുക. പൗലോസ് അപ്പസ്തോലന്റെ തൂവാലകളിലൂടെ, അംഗവസ്ത്രങ്ങളിലൂടെ അത്ഭുതങ്ങൾ. അവിടെ വചനം പറയുന്നു, പിശാചുക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. അന്ധന്മാർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അത്ഭുത രോഗശാന്തി സംഭവിക്കുക പൗലോസ് അപ്പസ്തോലന്റെ തൂവാലകളിലൂടെ, അംഗവസ്ത്രങ്ങളിലൂടെ. പൗലോസ് അപ്പസ്തോലന്റെ ഉള്ളിൽ വസിച്ച ആ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പസ്തോലന്മാരെ നയിച്ച അതേ പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. ദൈവശക്തി കടന്നു പോകും. കേൾവിയില്ലാത്ത കാതുകൾ ഉറപ്പായിട്ട് തുറക്കപ്പെടും. ഹല്ലേലൂയ. ഉറപ്പാണ്. നിങ്ങൾ ആരൊക്കെ സംശയിച്ചാലും അത്ഭുതം നടക്കും. കാരണം യേശു ചെയ്യും. യേശു ഇവിടെയുണ്ട്. യേശു ഇവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പൈശാചിക ബന്ധനങ്ങൾ നിങ്ങളെ വിട്ടുപോകും. നിങ്ങളീ പ്രവർത്തിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ, നിരാശയുടെ, ദുഃഖത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ, ഭയത്തിൻ്റെ അരുവികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക നിങ്ങളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇനി ദൈവത്തിൻ്റെ വചനം അത് ഏത് ലക്ഷ്യത്തിന് നമ്മൾ പറയുന്നു? ഇപ്പം രോഗശാന്തിയുടെ വചനങ്ങൾ നമ്മൾ അങ്ങനെ ആ വചനം, ഇപ്പം കർത്താവ് എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുണ്ടാകും. രോഗി ആ വചനം ആവർത്തിച്ച് പറഞ്ഞാൽ ആ വചനം തന്നെ വ്യക്തിയെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനം രോഗിയായൊരു വ്യക്തി പലതവണ ആവർത്തിച്ച് വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ വചനം ആ രോഗിയെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഇനി സൗഖ്യം പ്രാപിക്കാനുള്ള വഴി എന്ന് പറയുന്നത് വിശ്വാസം. എന്താണ്? വിശ്വാസം. യേശുവിനെ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കണം. വിശ്വാസത്തെ നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ എത്രമാത്രം ഉള്ളിൽ കരുത്തേറിയ വിശ്വാസത്തിലേക്ക് വരുന്നോ അതനുസരിച്ച് നമ്മൾ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും എല്ലാം നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരിക. അടിസ്ഥാനം വിശ്വാസമാണ്. ഫെയ്ത്ത്, വിശ്വാസം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ വെളിപ്പെടും. വിശ്വാസത്തിൻ്റെ കുറവുള്ളവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി. ഡെലിവറൻസിൻ്റെ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പൈശാചിക പീഡകൾ വിട്ടുപോകും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ വചനങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതേപടി സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടി അത് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. എസെക്കിയേൽ 36:11
മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അവർ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകും. പൂർവ്വകാലങ്ങളിൽ എന്ന പോലെ നിങ്ങളിൽ ആടുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും. ഹല്ലേലൂയ. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ നിങ്ങൾക്ക് ഞാൻ നൽകും. ഇതുപോലെ മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള ധാരാളം വചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ കഴിഞ്ഞ ക്രിസ്ത്യനിലെ ധ്യാനം നടക്കുമ്പോൾ ഒരു ഫാമിലി സാക്ഷ്യം പറയാൻ ഒരു കുഞ്ഞിനെയായിട്ട് വന്നു. 12 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. കോവിഡിന് മുൻപ് ക്രിസ്ത്യനിൽ നടന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത ഒരു ഫാമിലിയാണ്. കുമരകം ആ ഭാഗത്ത് മറ്റാണ് വന്നവർ. മക്കളിലായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ മെസ്സേജ് മക്കളെ തരും. ഞാൻ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് കുഞ്ഞുങ്ങളെ തരും. അധികം താമസിച്ചില്ല. ആ സ്ത്രീ ഗർഭിണിയായി. ആ ധ്യാനം കൂടിയാണ്. ഗർഭിണിയായി കുഞ്ഞിനെ കിട്ടി. കോവിഡ് കഴിഞ്ഞ് ധ്യാനം നിന്നപ്പോൾ ആ കുഞ്ഞിനെയുമായിട്ട്, കുഞ്ഞിനിപ്പോൾ 2.5 വയസ്സോ മറ്റോ ആയെന്ന് പറഞ്ഞു. ജെറാൾഡ് എന്ന ആ കുഞ്ഞിൻ്റെ പേര്. ആ കുഞ്ഞിനെയായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞൊരു ആൺകുട്ടിയെ കർത്താവ് കൊടുത്തു. 12 വർഷം. ഹല്ലേലൂയ. ദൈവത്തിന് നിസ്സാരമാണ്. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. കൗണ്ട് കുറവുള്ളവർക്ക് കൗണ്ട് വർദ്ധിക്കും. ഇതൊക്കെ കർത്താവ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? വചനമാണ് വ്യക്തികളിലേക്ക് വരേണ്ടത്. അവർ ഈ സമൂഹത്തിൽ കടബാധ്യതയിൽ വിഷമിക്കുന്നവരുണ്ട്. വസ്തുക്കളെ, വീടുകൾ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. വസ്തുവും വീടും ഒക്കെ വിൽക്കാനായിട്ട് ബൈബിളിൽ വചനമുണ്ടോ? ഉണ്ടോ? വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അതേപടി നിങ്ങളുടെ വസ്തുവും വീടും ഒക്കെ വിറ്റ് കിട്ടും. എന്ത് വിൽക്കണം നടക്കും. ജെറമിയ 32:15. ജെറമിയ 32:15. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. 32. അപ്പം വീടുകൾ, സ്ഥലങ്ങൾ ക്രയവിക്രയം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇനി അനുഭവം ഞാൻ പുറകെ പറയാം. 44-ാം വചനം. 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തവർക്ക് കർത്താവ് 1 സെൻറ്റ് ഭൂമി, വീട് വെക്കാൻ 1 സെൻറ്റ് ഭൂമി ഇല്ലാത്തവർക്ക് കർത്താവ് ഭൂമി തരും. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറൂസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേമിലുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി കണ്ടോ? ആധാരമെഴുതി ഒപ്പിടുവിക്കും. 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തവർ ഒരു വീട് വയ്ക്കാൻ 1, 2, 3, 4, 5, 6 കർത്താവ് നിങ്ങൾക്ക് ഭൂമി തരും. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും ഈ വചനം പറയണം. ഇടപെടണം. കർത്താവേ, നീ എനിക്ക് വീട് വെക്കാൻ എത്ര സെൻറ്റ് വേണോ അത്ര സെൻറ്റ് ചോദിക്കണം. 10 സെൻറ്റെങ്കിൽ 10 സെൻറ്റ്, 15 സെൻറ്റെങ്കിൽ ഒരു വീട് വെക്കാൻ, ഒരു വീട് കർത്താവ് എനിക്ക് സ്ഥലം തരണം. ഈ വചനം പറഞ്ഞ് ഒരു 10 തവണ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉറപ്പാണ് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വസ്തുവും വീടും വിൽക്കാനായിട്ട് പലരും അങ്ങനെ ചോദിച്ച് ഈ വചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച അത്ഭുതമായിട്ട് വസ്തുക്കൾ, വർഷങ്ങളായിട്ട് വിൽക്കാത്ത വസ്തുക്കളൊക്കെ വിറ്റ അനുഭവങ്ങൾ, എത്രയോ സാക്ഷ്യങ്ങൾ. അത് ആ പ്രവർത്തിച്ചെന്ന് വചനമാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.